Hi everyone, welcome to Groww Malayalam. ഒരു കമ്പനി ഇൻവെസ്റ്റേഴ്സിന് അട്രാക്റ്റീവ് ആയി മാറുന്നത് കാണുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ട് മാറുന്നത്? ഇത് കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഡോമിനൻസ് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് കൊണ്ടാണോ? അപ്പം നമ്മൾ ഈ പറഞ്ഞല്ല ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ പല ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കും മുമ്പ് കണക്കാക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ആ ഒരു കമ്പനി പേ ചെയ്യുന്ന ഡിവിഡൻഡ്. ഇപ്പം നിങ്ങൾ ഓർക്കും എന്തുകൊണ്ടാണ് ഡിവിഡൻഡ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന്, അല്ലേ? കാരണം നമുക്കൊരു സ്ഥിര വരുമാനമാണ് നൽകുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ഇൻകം ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സോഴ്സിനേക്കാളും ബെറ്റർ ആവുന്നത്? അപ്പം ഇത് നമുക്കറിയണമെങ്കിൽ നമ്മൾ ഡിവിഡൻഡ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, നമ്മൾ ഡിവിഡൻഡ് ഈൽഡും കൂടി നമ്മൾ നോക്കണം. അപ്പം ഈ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഒരു റിവാർഡ് പോലെയാണ്. അതായത് കമ്പനി അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഷെയറിന് കുറച്ച് ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് നൽകും. ഇനിയിപ്പം ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ കമ്പനി എത്ര ഡിവിഡൻഡ് ആണ് പേ ചെയ്യുന്നത് എന്നാണ് ഡിവിഡൻഡ് ഈൽഡ് കാണിച്ചു തരുന്നത്. അപ്പം ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയറിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പെർ സ്റ്റോക്ക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 9th November 2023 ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റിൽ 5000 കോടിയിൽ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾ മാത്രമേ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ സ്റ്റോക്ക് ലിസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്ന അസെൻഡിങ് ഓർഡറിലായിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനി നമ്മൾ ഇന്ന് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കമ്പനി ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പം ഇന്ത്യയിലെ ലാർജസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസറാണ് ഇവർ. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിലെ ടോട്ടൽ അയൺ ഓർ പ്രൊഡക്ഷനിലേക്ക് ഈ ഒരു കമ്പനി ഏകദേശം 16% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കമ്പനിയുടെ പേരാണ് NMDC അല്ലെങ്കിൽ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ കോപ്പർ, റോക്ക് ഫോസ്ഫേറ്റ്, ലൈംസ്റ്റോൺ, ഡയമണ്ട്, ബീച്ച് സാൻഡ് പോലത്തെ പല മിനറൽസും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവർ. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ അവർക്ക് 6 ഓപ്പറേറ്റിംഗ് മൈനുകളുണ്ട്. ഇപ്പോൾ 9th November 2023 പ്രകാരം കമ്പനിയുടെ 5 year ആവറേജ് ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 4.90% ആണ്. ഇനി നമ്മൾ കമ്പനിയുടെ റവന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2024 Q1 കമ്പനിയുടെ വരുമാനം വരുന്നത് 5395 കോടി രൂപയാണ്. ഇതിൽ 98.7% അയൺ ഓർ സെഗ്മെന്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 1.3% പെല്ലറ്റ്സ് ആൻഡ് അതർ മിനറൽസ് ആൻഡ് സർവീസസ് എന്നും. ഇപ്പം ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 2000 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കമ്പനി പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത 2 വർഷത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2500 കോടിയിൽ കൂടുതലായിരിക്കും. അയൺ ഓർ അതുപോലെ സ്റ്റീലിന് ശേഷം കമ്പനി ഗോൾഡ് മൈനിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ NMDCയുടെ സബ്സിഡിയായ ലെഗസി അയൺ ഓർ ഓസ്ട്രേലിയ ഗോൾഡ് മൈനിങ് ഓപ്പറേഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം സ്ട്രെങ്ത്ത് പറയാം. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് അയൺ ഓർ പ്രൊഡ്യൂസർ എന്നാണ് ഇവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 ആവറേജ് ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വരുന്നത് 51.8 മില്യൺ ടൺസ് ആണ്. അപ്പോൾ NMDCക്ക് നിലവിൽ 1697 MT അയൺ ഓർ ലീസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ മൈനുകൾക്കും എൻവറോൺമെന്റ് ക്ലിയറൻസും ഉണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ്സും കൂടി നോക്കാം. അപ്പോൾ സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ ഒരു മെയിൻ റോ മെറ്റലാണ് അയൺ ഓർ എന്ന് പറയുന്നത്. അപ്പം NMDC അവരുടെ ഏകദേശം 70% അയൺ ഓർ 3 കമ്പനികൾക്കാണ് വിൽക്കുന്നത്. രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ്, JSW സ്റ്റീൽ ലിമിറ്റഡ്, ArcelorMittal, നിപ്പോൺ സ്റ്റീൽ ഇന്ത്യ ലിമിറ്റഡ്. അപ്പം ഇത് കാരണം സ്റ്റീൽ ഇൻഡസ്ട്രിയിലെ ഡിമാൻഡ് കുറയുന്നത് കമ്പനീനെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഇത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോയിനെയും ബാധിച്ചേക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ അതുപോലെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പോൾ 1975 ഈ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇന്നിപ്പോൾ അവർ ലോകത്തെ ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസറാണ്. ഇപ്പം തന്നെ കമ്പനിയുടെ പേര് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ് നമ്മുടെ സെക്കൻഡ് കമ്പനി. അപ്പോൾ 9th November 2023 പ്രകാരം കമ്പനിയുടെ 5 year ആവറേജ് ഡിവിഡൻഡ് ഈൽഡ് വരുന്നത് 5.09% ആണ്. അപ്പോൾ കോൾ ഇന്ത്യയുടെ മെയിൻ കൺസ്യൂമേഴ്സിൽ വരുന്നതാണ് പവർ അതുപോലെ സ്റ്റീൽ സെക്ടറാണ്. ഇനി ബാക്കി സെക്ടേഴ്സിൽ വരുന്ന കൺസ്യൂമേഴ്സാണ് സിമെൻറ്റ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അപ്പം ഇന്ത്യയിലെ ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസറാണ് കോൾ ഇന്ത്യ, ഏകദേശം 85%. അപ്പോൾ രാജ്യത്തിലെ ടോട്ടൽ പവർ ജനറേഷനിലേക്ക് 55% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രൈമറി കൊമേഴ്ഷ്യൽ എനർജി റിക്വയർമെൻറ്റിൻ്റെ 40% മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൾ ഇന്ത്യ അവരുടെ സബ്സിഡറി വഴി ഇന്ത്യയിലെ 8 സ്റ്റേറ്റ്സിലായിട്ട് 83 മൈനിങ് ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1st April 2023 പ്രകാരം കമ്പനിക്ക് 322 മൈൻസ് ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ പ്രോഡക്റ്റ് കോക്കിംഗ് കോൾ അതുപോലെ സെമി കോക്കിംഗ് കോൾ ആണ്. അപ്പോൾ ഇത് സ്റ്റീൽ മേക്കിങ്ങിന് ഉപയോഗിക്കും. അപ്പോൾ നോൺ കോക്കിംഗ് കോൾ പവർ ജനറേഷനും. അപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2024 കമ്പനിയുടെ ടോട്ടൽ റവന്യൂ വരുന്നത് 35,983.21 കോടി രൂപയാണ്. അപ്പോൾ കോൾ ഇന്ത്യ അടുത്ത 3 വർഷത്തിലായിട്ട് 15,000 മുതൽ 20,000 കോടിയായിരിക്കും ഇയർലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്.
അപ്പം ഇത് മൈനിങ് അതുപോലെ കോൾ വാഷിംഗ് കപ്പാസിറ്റി കൂട്ടാനും അതുപോലെ തന്നെ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെങ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ പവർ സെക്ടറിലേക്ക് തെർമൽ കോൾ നൽകുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫ്യൂൽ റിക്വയർമെൻറ്റ് 75 മുതൽ 80% ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ 70 മുതൽ 75% പവർ തെർമൽ സോഴ്സിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 80 മുതൽ 85% പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൾ പവർ സെക്ടറിലേക്കാണ് നൽകുന്നത്. അപ്പം പവർ ഫോർ ഓൾ സ്കീം വഴി റൂറൽ ഏരിയയിൽ കോൾ ഡിമാൻഡ് മീറ്റ് ചെയ്യുമ്പോൾ കോളിൻ്റെ ഡിമാൻഡ് ഇനി അങ്ങോട്ട് കൂടും എന്തായാലും. ഇനി നമുക്ക് വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ കോൾ ഇന്ത്യയുടെ സ്ട്രെങ്ത് തന്നെയാണ് അവരുടെ വീക്ക്നെസ് ആയിട്ട് മാറുന്നത്. കാരണം നമ്മുടെ രാജ്യം ഇപ്പം ക്ലീനർ എനർജി സോഴ്സായ വിൻഡ് അതുപോലെ സോളാർ പവറിലേക്കൊക്കെ മാറുവാണ് ഇപ്പം. അപ്പം ഇത് പരിസ്ഥിതിക്ക് നല്ലതാണ്. പക്ഷേ കോൾ ഇന്ത്യ ലിമിറ്റഡ് പോലത്തെ കമ്പനിക്ക് ഇതൊരു ചലഞ്ചായിട്ട് മാറും. കാരണം കമ്പനിയുടെ ബിസിനസ് കോളിനെയാണ് ആശ്രയിക്കുന്നത്. ഇനിയിപ്പം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് കാണാം. അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇനി ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കമ്പനി 4 കമ്പനികൾ ഒന്നിച്ച് തുടങ്ങിയ ഒരു കമ്പനിയാണിത്. ONGC, IOCL, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് അതുപോലെ BPCL ചേർന്നിട്ട്. അപ്പം ഈ ഒരു കമ്പനിയുടെ പേരാണ് പെട്രോനെറ്റ് LNG ലിമിറ്റഡ്. ഇപ്പോൾ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അതായത് LNGൻ്റെ റീഗ്യാസിഫിക്കേഷൻ, സ്റ്റോറേജ് അതുപോലെ ട്രാൻസ്പോർട്ടേഷനിലാണ് ഈ ഒരു കമ്പനി മെയിൻലി വർക്ക് ചെയ്യുന്നത്. അപ്പം LNG ഇലക്ട്രിസിറ്റി അതുപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ വീട്ടിലേക്കും ബിസിനസ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള കുക്കിംഗ് ഫ്യൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ പെട്രോനെറ്റ് LNGക്ക് 2 റീഗ്യാസിഫിക്കേഷൻ ടെർമിനൽസ് ഉണ്ട്. ഗുജറാത്തിൽ ദഹേജ് അതുപോലെ തന്നെ കേരളത്തിൽ കൊച്ചിയിലായിട്ട്. 31 മാർച്ച് 2023 പ്രകാരം കമ്പൈൻഡ് കപ്പാസിറ്റി വരുന്നത് 22.5 മില്യൺ മെട്രിക് ടൺസ് പെർ ആനം ആണ്. അപ്പോൾ രാജ്യത്തിലെ ഗ്യാസ് സപ്ലൈയുടെ 33% ഷെയർ കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന LNG ഇമ്പോർട്ടിൻ്റെ 75% ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കമ്പനി. അപ്പോൾ 9 നവംബർ 2023 പ്രകാരം കമ്പനിയുടെ 5 ഇയർ ആവറേജ് ഡിവിഡൻഡ് yield വരുന്നത് 5.55% ആണ്. 2023 ഫൈനാൻഷ്യൽ ഇയറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ റീഗ്യാസിഫൈഡ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അതായത് RLNGൻ്റെ സെയിലിൽ നിന്നാണ് 96% വരുമാനം വരുന്നത്. പിന്നെ ബാക്കി 4% റീഗ്യാസിഫിക്കേഷൻ സർവീസ് അതുപോലെ മറ്റു ഓപ്പറേറ്റിംഗ് റവന്യൂവിൽ നിന്നാണ്. അപ്പോൾ LNGനെ നാച്ചുറൽ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് റീഗ്യാസിഫൈഡ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കമ്പനിക്ക് 2028 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും പ്രൊപ്പൈൻ ഡീഹൈഡ്രോജനേഷൻ അതുപോലെ തന്നെ പോളി പ്രൊപ്പൈൻ പ്രൊജക്റ്റ് തുടങ്ങാനുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൊജക്റ്റിന് ചിലവ് വരുന്ന ഏകദേശം 207 ബില്യൺ രൂപയോളം വരും. അപ്പം ഈ ഒരു ചിലവിൽ ഒരു ±10% കോസ്റ്റ് വേരിയേഷനും ഉണ്ടാവാം. അപ്പോൾ മാനേജ്മെൻറ്റ് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് 20% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെങ്ത് നോക്കാം. അപ്പോൾ അവരുടെ ദഹേജ് പ്ലാന്റ് വിൽക്കുന്നതിന് ഒരു ലോങ് ടേം എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് 2 ടൈപ്പിലാണുള്ളത്. സെയിൽസ് എഗ്രിമെൻറ്റ് അതുപോലെ യൂസ് ഓഫ് പേ ടോളിംഗ് എഗ്രിമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന പാർട്ടികൾ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ റിലയബിളും ആണ്. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ബയേഴ്സിലേക്ക് കൈമാറും ഈ ഒരു എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റ് ബയേഴ്സ് ഒന്നെങ്കിൽ ഒരു മിനിമം എഗ്രീഡ് ക്വാണ്ടിറ്റി വാങ്ങണം അല്ലെങ്കിൽ ഒരു മിനിമം എഗ്രീഡ് കപ്പാസിറ്റി യൂസ് ചെയ്യണം. അപ്പോൾ ഇത് കമ്പനിക്ക് റവന്യൂ വിസിബിലിറ്റി നൽകും. ഇനി നമുക്ക് വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ മീഡിയം ടു ലോങ് ടേമിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഡിമാൻഡ് സ്ട്രോങ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രാജ്യത്തിന് നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ലിമിറ്റഡ് ആണ്. പക്ഷേ കമ്പനിക്ക് മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഇപ്പോൾ റീഗ്യാസിഫൈഡ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അതുപോലെ ബാക്കിയുള്ള ഗ്യാസ് സോഴ്സസ് അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫ്യൂൽസിൽ നിന്നും ഈ ഒരു റിസ്ക് അവർക്ക് വരുന്നത്. ഇനിയിപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിലെ മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇനി ഇന്നത്തെ നമ്മുടെ 4ാമത്തെ കമ്പനി ലോകത്തെ ലീഡിംഗ് സിങ്ക് ലെഡ് സിൽവർ പ്രൊഡ്യൂസറാണ്. അപ്പം ഈ ഒരു കമ്പനിയുടെ പേരാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. അപ്പോൾ 9 നവംബർ 2023 പ്രകാരം കമ്പനിയുടെ 5 ഇയർ ആവറേജ് ഡിവിഡൻഡ് yield വരുന്നത് 9.33% ആണ്. അപ്പോൾ 50 വർഷത്തിലധികം ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ട് ഈ ഒരു കമ്പനിക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സിങ്ക് ഇൻഡസ്ട്രിയിൽ അവർക്ക് ഏകദേശം 80% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലി 5th ലാർജസ്റ്റ് സിൽവർ പ്രൊഡ്യൂസറും കൂടിയാണ്. അപ്പോൾ വേദാന്ത ലിമിറ്റഡിൻ്റെ സബ്സിഡറി ആണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം 30% സ്റ്റേക്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ കമ്പനിക്ക് രാജസ്ഥാനിൽ 5 ഡിസ്ട്രിക്റ്റിലായിട്ട് 6 ഫെസിലിറ്റീസ് ഉണ്ട്. ഉദയ്പൂർ, ചിറ്റോഗർ, ബിൽവാര, രാജസ്മണ്ട് അതുപോലെ അജ്മീറിലായിട്ട് ഒരു ഫെസിലിറ്റി ഉത്തരാഖണ്ഡിലും. അപ്പം ഇന്നത്തെ സ്ഥിതിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഓർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വരുന്നത് 16.74 മില്യൺ ടൺസ് ആണ്. ഹിന്ദുസ്ഥാൻ സിങ്ക് പുതിയൊരു മൈൽ സ്റ്റോൺ കടന്നിട്ടുണ്ട്. ഇപ്പം കമ്പനിക്ക് 2023 ഫൈനാൻഷ്യൽ ഇയറിൽ 1 മില്യൺ ടൺ റിഫൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യൽ 2024 Q2 കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 6,791 കോടി രൂപയായിരുന്നു. അപ്പോൾ ഇതിൽ 51% സിങ്കിൽ നിന്നാണ് വന്നേക്കുന്നത്. 16.4% ലെഡ്, 19% സിൽവറിൽ നിന്നും അതുപോലെ തന്നെ 5.6% ബാക്കിയുള്ളതിൽ നിന്നാണ് വന്നേക്കുന്നത്.
ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് എന്താണ് എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെങ്ത് തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് മെറ്റൽ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ പ്ലെയർ ആണ് ഈ ഒരു കമ്പനി. അപ്പം ഒരു വർഷം ഏകദേശം 1.2 മില്യൺ ടൺസ് മൈൻ ചെയ്യാനുള്ള കഴിവുണ്ട് ഇവർക്ക്. ആനുവലി 9,13,000 ടൺസ് സിങ്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 2,10,000 ടൺസ് ലെഡ്, അതുപോലെ 800 ടൺസ് സിൽവറും. അപ്പോൾ ഇന്ത്യയിലെ സിങ്ക് മാർക്കറ്റിലെ ടോപ്പ് പ്ലെയർ ആണ്. ഓൾമോസ്റ്റ് 80% കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരു സ്ട്രോങ് പൊസിഷൻ ഉണ്ട്. കാരണം ഇതുപോലുള്ളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സിങ്ക് മൈനുകളുടെ എണ്ണവും കുറവാണ്. ഇനി നമുക്ക് വീക്ക്നെസ്സും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സിങ്കിൻ്റെ ഡിമാൻഡ് മെയിൻലി ഗാൽവനൈസ് സ്റ്റീൽ മേക്കിംഗ് ഇൻഡസ്ട്രീനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ അവരാണ് ഇന്ത്യയിൽ 70% സിങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി കാർ, കൺസ്യൂമർ ഗുഡ്സ്, ബാറ്ററീസ്, ഹോം അപ്ലയൻസ്, അതുപോലെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലയിൽ വളർച്ചയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സോ ഇതിൽ ഏതെങ്കിലും മേഖലയെ ഇപ്പോൾ നന്നായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ഗാൽവനൈസ് സ്റ്റീലിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി കാരണമാകും. അതുപോലെ തന്നെ ഗാൽവനൈസ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനിൽ സിങ്കിന് പകരം അലുമിനിയോ വേറെ ഏതെങ്കിലും മെറ്റൽ വെച്ച് റീപ്ലേസ് ചെയ്യുവാണെങ്കിലും അതിലും റിസ്ക് വരാനുണ്ട്. അപ്പം എന്താണ് ഈ ഗാൽവനൈസ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗാൽവനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീൽ അല്ലെങ്കിൽ അയണിലെ ഒരു പ്രൊട്ടക്റ്റീവ് സിങ്ക് കോട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് ഗാൽവനൈസിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇനി ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് കമ്പനി ഒരു ഡൈവേഴ്സിഫൈഡ് നാച്ചുറൽ റിസോഴ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ അവർ മിനറൽസ്, ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ എക്സ്പ്ലോറിംഗ്, എക്സ്ട്രാക്ടിങ്, അതുപോലെ പ്രോസസ്സിങ്ങിലേക്കുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ പ്രൈമറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക്, ലെഡ്, സിൽവർ, അയൺ ഓർ, സ്റ്റീൽ, കോപ്പർ, അലുമിനിയം, പവർ, നിക്കൽ, അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോർ ചെയ്യുക, എക്സ്ട്രാക്ട്, അതുപോലെ പ്രോസസ്സ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു കമ്പനിയുടെ പേരാണ് വേദാന്ത ലിമിറ്റഡ്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി കൊമേഴ്ഷ്യൽ പവർ ജനറേഷൻ, സ്റ്റീൽ മാനുഫാക്ചറിങ്, അതുപോലെ പോർട്ട് ഓപ്പറേഷനിലേക്കും കൂടി ഉണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, നമീബിയ, അയർലൻഡ്, ലൈബേരിയ, അതുപോലെ തന്നെ UAE പ്രസൻസ് ഉണ്ട്. അപ്പോൾ 9 നവംബർ 2023 പ്രകാരം കമ്പനിയുടെ 5 ഇയർ ആവറേജ് ഡിവിഡൻഡ് yield വരുന്നത് 15.33% ആണ്. അപ്പോൾ വേദാന്ത ലിമിറ്റഡിന് 6 സബ്സിഡറീസ് ഉണ്ട്. ഇതിലൂടെയാണ് അവർ പല ബിസിനസ്സും ഹാൻഡിൽ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ 2023 കമ്പനിയുടെ ടോട്ടൽ റവന്യൂ വരുന്നത് 14,54,040 കോടി രൂപയാണ്. ഇതിൽ 27.7% സിങ്ക് ഇന്ത്യ എന്നാണ് വരുന്നത്, 3.5% സിങ്ക് ഇന്റർനാഷണൽ നിന്നും, 10.3% ഓയിൽ ആൻഡ് ഗ്യാസ്, 36.03% അലുമിനിയത്തിൽ നിന്നും, 12.02% കോപ്പറിൽ നിന്നും, 4.4% അയണോറിൽ നിന്നും, 5% പവർ സെക്ടറിൽ നിന്നും, 6.3% ബാക്കിയുള്ളതിൽ നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ വലിയൊരു കമ്പനിയാണ് വേദാന്ത ഗ്രൂപ്പ്. അപ്പോൾ അവർക്ക് സിങ്ക്, ലെഡ്, സിൽവർ, അലുമിനിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, അയൺ ഓർ, പവർ, അതുപോലെ സ്റ്റീൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിലെല്ലാം വലിയ പ്ലെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് പൊസിഷൻ ഉണ്ട്. അപ്പം ഇന്ത്യയിൽ അവരുടെ സിങ്ക്, ലെഡ്, അതുപോലെ സിൽവർ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം അവർക്ക് ചെറിയ ചിലവിൽ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവർക്ക് വലിയൊരു റിസർവ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ റിസോഴ്സസ് അവർ കോൺസ്റ്റൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ് പ്രോഫിറ്റബിൾ ആണ്. കാരണം അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിക്കവർ ചെയ്യാനുള്ള രീതിയിലാണ് അവരുടെ ബിസിനസ് മോഡൽ വരുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അവരുടെ പാരന്റ് കമ്പനിയായ വേദാന്ത റിസോഴ്സ് ലിമിറ്റഡ് എന്നുള്ള വലിയ ഡെറ്റാണ് അവരുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ December 31, 2023 $500 million ലോൺ റീപേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ January 2024 $1 billion ബോണ്ട് ഡ്യൂ ആകും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോൺ തിരിച്ചടയ്ക്കണമെങ്കിൽ അവർ ഡെറ്റ് റീഫൈനാൻസിങ് അല്ലെങ്കിൽ വേദാന്തയിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡൻഡിനെ ആശ്രയിക്കണം. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമ്മൾ കണ്ടറിയണം വേദാന്തയുടെ പാരന്റ് കമ്പനി എങ്ങനെ ലോൺ പേയ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പം ഇവിടം കൊണ്ട് തീർന്നില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് സെക്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ഇയർ ആവറേജ് yield കൂടുതലുള്ള 5 കമ്പനിയുടെ പേരും കൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ആവറേജ് 5 ഇയർ ഡിവിഡൻഡ് yield കൂടുതലുള്ള 5 കമ്പനികൾ. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഡിവിഡൻഡ് വരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.